Every season has its own peculiarities. Here we are discussing such a topic, a summer poem by Jayanta Mahapatra. It's a chapter that is included in the paper Indian Writings in English Literature. Here, Jayanta Mahapatra is a famous modern Indian poet and he is the first Indian to win Sahitya Academy Award for English poetry. ഇംഗ്ലീഷ് കവിതയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ജയന്ത മഹാപത്ര. ആൻഡ് ഹിസ് കളക്ഷൻ ഓഫ് പോംസ് ഇൻക്ലൂഡ് എ റെയിൻ ഓഫ് റൈറ്റ്സ്, ലൈഫ് സയൻസ് ആൻഡ് എ വൈറ്റ്നസ് ഓഫ് ബോൺ. എ റെയിൻ ഓഫ് റൈറ്റ്സ്, ലൈഫ് സയൻസ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് പോംസ്. ആൻഡ് ഹി വാസ് awarded പത്മശ്രീ ഇൻ 2009. 2009 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഹിയർ ദ ടൈറ്റിൽ ഈസ് എ സമ്മർ പോം. എ സമ്മർ പോം ഡിസ്ക്രൈബ്സ് ദ സീരിയസ് നേച്ചർ ഓഫ് ഇന്ത്യൻ സമ്മർ. ഇന്ത്യൻ സമ്മർ ആണ് എ സമ്മർ പോയം എന്ന ഈ കവിതയിൽ വിവരിക്കുന്നത്. ദർ ഈസ് എ ഗ്രേറ്റ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ സമ്മർ ഓഫ് ദ വെസ്റ്റ് ആൻഡ് ദ സമ്മർ ഓഫ് ദ ഈസ്റ്റ്. ഈസ്റ്റേൺ സമ്മറും വെസ്റ്റേൺ സമ്മറും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. സമ്മർ മീൻസ് വേനൽക്കാലം. വെസ്റ്റേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വേനൽക്കാലവും ഈസ്റ്റേണേഴ്സായ നമ്മളെ പോലെയുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്മർ സീസണും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. In the west, the sun appears in the sky after a long and cold winter, and it is the summer that brings joy and joyity to the people's mind. വെസ്റ്റേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിന്റർ സീസൺ വളരെ ദീർഘകാലമുള്ള ഒരു വിന്റർ സീസൺ ആയിരിക്കും അവിടെയുള്ളത്. ആ ഒരു തണുത്ത ആ വിന്റർ സീസണിൽ നിന്നുള്ള ഒരു മോചനമാണ് അവർക്ക് സമ്മർ സീസൺ. ആ സമ്മർ സീസണിലാണ് അവർക്ക് സന്തോഷത്തിന്റെ നാളുകളായിട്ട് അനുഭവപ്പെടുന്നത്. കാരണം അതുവരെയുള്ള തണുത്തുറഞ്ഞ ആ ഒരു അന്തരീക്ഷം മാറി അന്തരീക്ഷം ചൂടുള്ള, അതേപോലെ തന്നെ പ്രഭയുള്ള, സൂര്യപ്രകാശത്തിന്റെ വെളിച്ചവും ആ ഒരു ചൂരും ഒക്കെ ഉള്ള ഒരു കാലഘട്ടം, ആ ഒരു തണുപ്പൊക്കെ മാറുന്ന ആ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം സമ്മർ സീസൺ. ആൻഡ് സമ്മർ there is associated with all kinds of joy, fun and frolic, and it is a period of joyful activities. അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ നാളുകളാണ്. അതേപോലെ തന്നെ സന്തോഷപ്രദമായിട്ടുള്ള പ്രവൃത്തികൾ, അങ്ങനെയുള്ള ഉത്സവങ്ങൾ, ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ഒരു സീസണാണ് സമ്മർ സീസൺ. ആൻഡ് in short, summer is a season of dreams to the west. വെസ്റ്റേണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു സ്വപ്നങ്ങളിലാണ് ഈ സമ്മർ സീസൺ ഉള്ളത്. അതായത് ഡ്രീം സീസൺ ആണ് അവരുടെ. അതായത് അവരുടെ ഒരു സ്വപ്ന കാലഘട്ടമാണ് സമ്മർ സീസൺ. അത്രത്തോളം അവർ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് സമ്മർ സീസൺ. ആൻഡ് when the adults sit on their desks and the children sit in schools, they always dream of summer. കുട്ടികള് സ്കൂളിലായിരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ മുതിർന്നവര് അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സമയത്തും അവരെപ്പോഴും സ്വപ്നം കാണുന്നത് സമ്മർ സീസണെ കുറിച്ചായിരിക്കും. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ ഇന്ത്യൻ സമ്മർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈസ്റ്റേൺ സമ്മർ എന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ വെസ്റ്റേൺ സമ്മർ. അതാണ് ഈ കവിതയില് ജയന്ത മഹാപത്ര വിവരിക്കുന്നത്. എ സമ്മർ പോം ബൈ ജയന്ത മഹാപത്ര. ഓവർ ദി സോയിങ് ഓഫ് ദ somber wind, trees chant louder than ever, the mouth of India opens. ആദ്യത്തെ തുടക്കത്തിൽ പറയുന്നു, ഓവർ ദി സോയിങ് ഓഫ് ദി സോംബർ വിൻഡ്. സോംബർ മീൻസ് സാഡ്, എന്താണ്, മോർണിംഗ്, വിലപിക്കുന്ന കാറ്റ്. ആ കാറ്റിന്റെ സോയിങ് മീൻസ് ഹൗളിംഗ് വിൻഡ്. ആ എന്താണ്, ദുഃഖം നിറഞ്ഞ കാറ്റിന്റെ ആ ഒരു ഒച്ചപ്പാടില്, അല്ലെങ്കിൽ ആ ഒരു ഹൗളിംഗ് സൗണ്ടില് പ്രീസ് ചാൻറ്റ് ലൗഡർ ദാൻ എവർ. പ്രീസ് സന്യാസിമാര്, പുരോഹിതന്മാര് ചാൻറ്റിങ് മന്ത്രാസ്, മന്ത്രങ്ങൾ ഉരുവിടുന്നു. എങ്ങനെയാണ്? ലൗഡർ ദാൻ എവർ, നേരത്തെ ഉള്ളതിനേക്കാളിലും ശബ്ദത്തിൽ, നേരത്തെ പ്രാർത്ഥിച്ചതിനേക്കാളിലും ശബ്ദത്തിൽ അവർ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. കാരണം they have to overcome the sound of the wind. ആ കാറ്റിന്റെ ഹൗളിംഗ് സൗണ്ടിനെ മറികടക്കാൻ വേണ്ടി അവരുടെ പ്രാർത്ഥനയുടെ ഒച്ചത്തിലുള്ള ശബ്ദം മറ്റുള്ളവർക്ക് കേൾക്കുന്നതിന് വേണ്ടി. കാരണം ആ കാറ്റിന്റെ ശബ്ദം മാത്രമേ ഇപ്പൊ കേൾക്കുന്നുള്ളൂ, ആ ഹൗളിംഗ് സൗണ്ടാണ് കേൾക്കുന്നത്. അതിന്റെ സൗണ്ടിനെ മറികടക്കാനായിട്ട്
the priests are loudly chanting their mantras. Thus, the mouth of India opens. Angane, we get the picture of Indian summer. Our mouth of India opens means we get the picture of Indian summer. Crocodiles move into deeper waters. These crocodiles move into deeper waters to escape from the heat of the atmosphere. അന്തരീക്ഷത്തിന്റെ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് അവർ പോകുന്നു, ക്രൊക്കോഡൈലുകൾ പോകുന്നു. കാരണം മീനൊക്കെ ആ ഒരു സമ്മർ സീസൺ, ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥയാണ്, ആ ഒരു സമ്മർ സീസണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉൾക്കടലിലേക്ക് മീനുകളൊക്കെ രക്ഷപ്പെടുന്നത് പോലെ മുതലകളും ഉൾവെള്ളത്തിലേക്ക് പോവുകയാണ്. ആൻഡ് മോർണിംഗ്സ് ഓഫ് ഹീറ്റഡ് മിഡൻസ് സ്മോക്ക് അണ്ടർ ദ സൺ. ഇനി ദ സ്പെഷ്യാലിറ്റി ഓഫ് മോർണിംഗ്സ് ഓഫ് ഇന്ത്യ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹീറ്റഡ് മിഡൻസ്. ഹീറ്റഡ് മിഡൻസ് മീൻസ് ദ വേസ്റ്റ് ഓർ the dried leaves, the heap of dried leaves, then human excretion, animal bones, etc. or garbages, etc. ഇതൊക്കെ കൂടുന്ന ചപ്പുചവറുകൾ, അഴുക്കുകളൊക്കെ കൂട്ടി വെച്ച് അല്ലെങ്കിൽ എന്താണ് വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, അതേപോലെ തന്നെ അതിൽ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ഒക്കെ മലമൂത്ര വിസർജനങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടിച്ചു കൂട്ടി കത്തിക്കുന്ന ആ ഒരു പ്രഭാതം, ഈ റോഡ് സൈഡിലൊക്കെ അടിച്ചു കൂട്ടി വെക്കുന്ന ആ ചപ്പുചവറുകൾ രാവിലെ തന്നെ അവർ തീയിടുന്നുണ്ട്. ആ ഇതിനെയാണ് മിഡൻസ് എന്ന് പറയപ്പെടുന്നത്. ദെൻ എന്താ പറയുന്നത്, ദ മോർണിംഗ്സ് ഓഫ് ഹീറ്റഡ് മിഡൻസ്. ദീസ് മിഡൻസ് ആർ ബേണിംഗ് ഇൻ ദ മോർണിംഗ്. രാവിലെയാണ് ഈ ചപ്പുചവറുകൾ അടിച്ചു വാരി കൂട്ടി കത്തിക്കുന്നത്. ആൻഡ് ദ സ്മോക്ക് അണ്ടർ ദ സൺ. ആൻഡ് അറ്റ് ദാറ്റ് ടൈം സ്മോക്ക് ഫീൽസ് ഓൾ ഓവർ ദ അറ്റ്മോസ്ഫിയർ. ആ പ്രകൃതിയിൽ നിറയെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിറയെ ആ സമയത്ത് നമുക്ക് പുകപടലങ്ങൾ കാണാം. സോ ഇറ്റ് ഈസ് ഡേർട്ടി. പുകപടലങ്ങൾ കൊണ്ട് അന്തരീക്ഷം ഇറ്റ് ഈസ് പൊല്യൂട്ടഡ്. അന്തരീക്ഷം മലിനമാകുന്ന പുകപടലങ്ങളും അതോടൊപ്പം തന്നെ ഫൗൾ സ്മെല്ലുണ്ടാകും. ഇതൊക്കെ കൊണ്ട് അന്തരീക്ഷം മലിനമാകുന്ന അവസ്ഥ. The good wife lies in my bed through the long afternoons. The good wife here, the good wife of India, ഇന്ത്യയിലെ ഉത്തമയായ ഭാര്യ എന്ത് ചെയ്യുന്നു? ഷീ ലൈസ് ഇൻ മൈ ബെഡ് ത്രൂ ദ ലോങ് ആഫ്റ്റർനൂൺസ്. ഉച്ചമയക്കത്തിലാണ്. ആൻഡ് ഡ്രീമിങ് സ്റ്റിൽ. ആൻഡ് ഷീ ഈസ് ഡ്രീമിങ്. ആ ഉച്ചമയക്കത്തില് ഷീ ഈസ് ഡ്രീമിങ്. കാരണം രാവിലെ എഴുന്നേൽക്കുന്നതാണ്. നമുക്കറിയാം ഇന്ത്യൻ സ്ത്രീകളുടെ ആ ഒരു ചിട്ടകൾ. രാവിലെ എഴുന്നേൽക്കുന്നു. ആ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലികളും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആ ഒരു ചൂട് നിറഞ്ഞ അന്തരീക്ഷത്തിൽ അല്പം വിശ്രമിക്കുന്നു. ആ സമയത്ത് ഷീ ഈസ് ഡ്രീമിങ് ആൻഡ് unexhausted by the deep roar of funeral pyres. And she is unexhausted. Unexhausted means she is not tired. എന്തുകൊണ്ടാണ്? By the deep roar. Roaring means sound of funeral pyre. Funeral pyre ശവസംസ്കാരം. ആ ശവസംസ്കാരത്തിൽ, അതായത് the burning of human body, മനുഷ്യന്റെ ശരീരം കത്തിക്കുന്ന ആ ഒരു ക്രിമേഷൻ പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. ആ സമയത്ത് we can hear some sounds, the sounds of breaking human bones. മനുഷ്യന്റെ അസ്ഥികള് ബ്രേക്ക് ചെയ്യുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഈ ഒരു ക്രിമേഷൻ സമയത്ത്. ആൻഡ് ഇറ്റ് നീഡ്സ് a lot of woods and other items. അതായത് ഈ ക്രിമേഷന് വേണ്ടിയിട്ട് ധാരാളം വിറകും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അതേസമയം മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ ആ ഒരു ക്രിമേഷൻ പ്രോസസ്സ് നിമിഷ നേരം കൊണ്ട് കഴിയുന്നതാണ്. നമ്മളുടെ ക്രിമേഷൻ പ്രോസസ്സ് ആ ഒരു വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ക്രിമേഷൻ പ്രോസസ്സ് കുറേ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് വുഡ്സ്. ഒരുപാട് വിറകുകളൊക്കെ ആവശ്യമുള്ള, കുറേ സമയം വീണ്ടും നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഓൾസോ പൊല്യൂട്ട്സ് ദി അറ്റ്മോസ്ഫിയർ. കാരണം ആ ഹ്യൂമൻ ബോഡി കത്തുന്ന സമയത്തുള്ള ഫൗൾ സ്മെൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ തടികൾ, വിറകുകളൊക്കെ കത്തുമ്പോഴുള്ള ആ ഒരു പുകപടലങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ ക്രിമേഷൻ സമയം. ഇത് ഒരു ലോങ് പ്രോസസ്സാണ്. അതേസമയം then compared to the westerners it is a long process. അതേസമയം വെസ്റ്റേണേഴ്സിന് ഇലക്ട്രിക് സിസ്റ്റമാണ്. അവർക്ക് വേഗം തന്നെ ആ ഒരു ക്രിമേഷൻ പ്രോസസ്സ് ഒറ്റ സ്വിച്ചിൽ വേഗം കഴിയുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് നെവർ
പൊല്യൂട്ട്സ് ദി അറ്റ്മോസ്ഫിയർ. ആ ഒരു അറ്റ്മോസ്ഫിയറിന് കേടുപാടുകൾ അല്ലെങ്കിൽ ആ ഒരു പൊല്യൂഷൻ സംഭവിക്കാത്ത രീതിയിലാണ് അവിടെയുള്ളത്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ ഇതാണ്, അങ്ങനെ ഒരു ഡീപ്പ് റോർ ഓഫ് ഫ്യൂണറൽ ഫയർ എന്നാണ് പറയുന്നത്. അതായത് ആ ലോങ് ലാസ്റ്റിംഗ് എന്നുള്ള അർത്ഥമാണ്, കുറെ നേരം നീണ്ടു നിൽക്കുന്ന. റോറിംഗ് എന്ന് പറയുന്നത് ഇവിടെ ദ സൗണ്ട് ഓഫ് ബ്രേക്കിംഗ് ഓഫ് ഹ്യൂമൻ ബോൺസ്, മനുഷ്യന്റെ ശരീരം അല്ലെങ്കിൽ മനുഷ്യന്റെ അസ്ഥികള് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു എല്ലിൻ കഷ്ണങ്ങളൊക്കെ പൊട്ടിച്ചിതറുന്ന സൗണ്ട് പോലെയുള്ള ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ആ ശബ്ദമൊക്കെ കേട്ടാലും ദിസ് ഗുഡ് വൈഫ് ഈസ് നോട്ട് എക്സോസ്റ്റഡ്, കാരണം ഷീസ് ഓൾറെഡി എക്സോസ്റ്റഡ് ആണ്. രാവിലെ മുതൽ ഉച്ചവരെ എല്ലാ ജോലികളും തീർത്ത് ഉച്ചയ്ക്ക് ഒരു ചെറിയ മയക്കമാണ്. ആ മയക്കത്തിൽ ഷീസ് നോട്ട് ബോതേർഡ് അബൌട്ട് ദീസ് ഫ്യൂണറൽ ഫയർസ്. ഇവിടെ the lady is unexhausted and she is not bothered about the funeral pyre എന്ന് പറയാൻ മറ്റൊരു കാരണം, she is the good wife and she is always concentrating on her family and her dearest ones. തന്റെ ഫാമിലി, തന്റെ പ്രിയപ്പെട്ടവർ, അതിനെ കേന്ദ്രീകരിച്ചായിരിക്കും അവരുടെ ശ്രദ്ധ. മറ്റുള്ളതിനെ കുറിച്ച് കൂടുതൽ പ്രാധാന്യം അവർ കൊടുക്കാറില്ല. സോ ആ ഒരു ജസ്റ്റ് ഒരു ഹിന്റും കൂടി നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. ഇത്രയുമാണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. Then the poet used a lot of techniques in this poem, and here we can see the direct narration of Indian Summer. Indian Summer ne kurichulla direct narration നമുക്ക് കാണാൻ സാധിക്കും. And he uses direct narration in the parts like the morning wind. മോർണിംഗ് വിൻഡില് വിലപിക്കുന്ന അല്ലെങ്കിൽ ദുഃഖമയമായ ആ ഒരു കാറ്റ്. And it is howling, it is making sound. പിന്നീട് the chanting of priests, പുരോഹിതന്മാരുടെ മന്ത്രോച്ചാരണം. Then the burning middens, ചപ്പിച്ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത്. Then funeral pyres, ശവസംസ്കാര ചടങ്ങുകളിൽ cremation process. All these create beautiful pictures of India or the Indian scenario. ഇന്ത്യയുടെ ആ ഒരു കാഴ്ച നമുക്ക് ഈ ചിത്രങ്ങളിലൂടെയൊക്കെ കാണാൻ സാധിക്കും. These are the main points. Hope you enjoyed it. Thank you.